നമസ്കാരം. ഇറാഖിലെ ഹിസ്ബുള്ള ആസ്ഥാനങ്ങളിലേക്ക് വീണ്ടും ആക്രമണവുമായി അമേരിക്കൻ സൈന്യം. കഴിഞ്ഞ ദിവസം ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിലാണ് ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത്. ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇതിൽ 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ടതിൽ ഒരാൾ ഹിസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട കമാൻഡർമാരിൽ ഒരാളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അമേരിക്കയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെയും അമേരിക്ക ഇറാഖിലേക്ക് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അവിടുത്തെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട താവളങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഈ 3 പേരും ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം സാധാരണ പൗരന്മാർക്ക് ആർക്കും തന്നെ ഈ ആക്രമണത്തിൽ പരിക്കില്ല. വളരെ കൃത്യമായി അവരുടെ ലക്ഷ്യസ്ഥാനം തന്നെ കണ്ടെത്തി ആണ് അമേരിക്കൻ വ്യോമസേന ഇവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്ക ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ, അതായത് തങ്ങൾക്ക് നേർക്ക് ആക്രമണം നടത്തുന്ന തീവ്രവാദ സംഘടനകൾക്കെതിരെ ഇനിയും നിലപാട് ശക്തമാക്കും എന്ന് തന്നെയാണ് അമേരിക്കൻ വിദേശകാര്യ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഇനി ഏത് രാജ്യത്താണെങ്കിൽ പോലും തങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയായ സംഘടനകൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ എത്തി അവരെ ആക്രമിക്കുമെന്ന് അമേരിക്ക വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹൂതിമതരും ഹിസ്ബുള്ളയും നിരന്തരമായി ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുന്ന ഒരു പതിവാണ് തുടരുന്നത്. ഹൂതിമതരാകട്ടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് അവർ ആക്രമണം നടത്തുന്നത് എങ്കിൽ ഹിസ്ബുള്ള ഇറാഖാണ് ഇവരുടെ പ്രധാന കേന്ദ്രം. ഇവർക്കെല്ലാം തന്നെ എല്ലാ സഹായവും നൽകുന്നത് ഇറാനാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈയിടെ ഇറാനിലും ചില തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായത് ഇതിന് ലഭിച്ച തിരിച്ചടിയാണോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇറാഖ് നേരത്തെ തന്നെ അമേരിക്ക തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിയാണ് ആക്രമണം നടത്തുന്നതെന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് അന്താരാഷ്ട്ര വേദികൾ ഉന്നയിക്കുമെന്നും ഇറാഖ് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ ഹിസ്ബുള്ള തീവ്രവാദികളാണ് എന്ന് ഉറപ്പായ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇറാഖ് മറ്റ് പരാതികൾക്ക് തയ്യാറാകില്ല എന്നാണ് കരുതപ്പെടുന്നത്.